2020 സ്ഥാനാർത്ഥിയായിട്ട് അഖിൽമാരാർ വരികയാണ് തൃക്കാക്കര മണ്ഡലത്തിൽ. പറയാനുള്ള 2 വാക്ക്. അഖിൽമാരാർ നിൽക്കണ വെറുതെയാണ്. കാരണം അത്ര വലിയ വോട്ടൊന്നും കിട്ടില്ല. കാരണം ഇത് സിറ്റിംഗ് ആയിട്ട് UDFന്റെ വാർഡാണ്. അപ്പോൾ അവിടെ എങ്ങനെ അഖിൽമാരാർന്നുള്ളൊരു നമ്മൾ പറഞ്ഞ പുള്ളി മറ്റേ ബിഗ് ബോസിലൊക്കെ മത്സരിച്ച് അങ്ങനെ വന്നേക്കണ ഒരു മെമ്പറല്ലേ. ഒരു ജനഹിതമുണ്ട്. പക്ഷെ അയാളെ ഒരു കോൺഗ്രസിന്റെ നിലപാടിൽ നിന്നേച്ചാൽ പെട്ടെന്ന് ഇങ്ങനെ മാറി പറയണതിനെ കുറിച്ച് നമുക്ക് വലിയ അഭിപ്രായം. അഖിൽമാരാർക്ക് ഒരു അവസരം കൊടുത്തുകൂടെ തൃക്കാക്കര ഭരിക്കാൻ? അഖിൽമാരാർക്ക് ഒരു അവസരം കൊടുക്കാൻ ഞാൻ ഒറ്റയ്ക്ക് തീരുമാനിച്ച പോലെ ഈ നല്ല ജനങ്ങളും പിന്നെ പുള്ളി ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ആൾക്കാർ വിലയിരുത്തൂലേ. ഇതിപ്പോൾ പഴയ ആൾക്കാർ ഇതല്ലല്ലോ നമ്മളിത് പറഞ്ഞപ്പോൾ സോഷ്യൽ മീഡിയ അല്ലേ. ഇത് സോഷ്യൽ മീഡിയയിലൂടെ അപ്പം കാണുന്ന കാര്യങ്ങൾ ആ ജനങ്ങൾ കണ്ടോണ്ടിരിക്കുകയാണ്. ചേട്ടൻ വോട്ട് കൊടുക്കുമോ? ഞാൻ വോട്ട് പോയില്ല. കൊടുക്കില്ല. ചേട്ടൻ ഒരു അവസരം കൊടുത്തു അഖിൽമാരാർക്ക്. ഞാൻ എങ്ങനെ ഒരു അവസരം കൊടുക്കും? ഞാൻ എൻ്റെ വോട്ട് വെറുതെ പാഴാക്കി കളഞ്ഞിട്ട് എന്തെങ്കിലും ഉപകാരമുണ്ട്? ഞാൻ എൻ്റെ ഒരു വോട്ട് ഒരിക്കലും പാഴാക്കില്ല. കാരണം ഞാൻ അവനെ എനിക്ക് വിശ്വാസമില്ല. കാരണം ഏത് അഖിൽമാരാരുടെ നിലപാടിൽ നിന്ന് അഖിൽമാരാർ മാറിയല്ല ഇപ്പൊ കുറെ. അല്ല അഖിൽമാരെ നേരിട്ട് എന്ന് പറഞ്ഞാലും ചേട്ടൻ ഇല്ല, ഞാൻ കൊടുക്കില്ല. ഞാൻ മൂത്തോക്കി പറയും തരില്ല. കാരണം ഞാൻ അങ്ങനെ തരുമെന്ന് പറയണത്. എൻ്റെ വോട്ട് ഞാൻ ഒരിക്കലും കൊടുക്കില്ല. ഞാൻ UDFന് കൊടുക്കാനുള്ള വോട്ടാണ്. ആ വോട്ട് എൻ്റെ കുടുംബം കംപ്ലീറ്റ് UDFന് കൊടുക്കും. എത്രത്തോളം ഉണ്ടോ അഖിൽമാരുടെ വിജയ സാധ്യത? എത്ര വോട്ട് കിട്ടും? എന്തിനാണ് ജയിക്കാത്ത കാര്യത്തെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യണത്? ശരിക്കും ഇത് ഈ തൃപ്പൂണിത്തുറയായിരുന്നു ആദ്യം. അത് കഴിഞ്ഞിപ്പോൾ തൃക്കാക്കര നിയോജക മണ്ഡലമാക്കി. തൃക്കാക്കര നിയോജക മണ്ഡലത്തിൽ ഇവിടെ ശരിക്കും ഉമാ തോമസ് MLA ആണ്. ഇപ്പം അറിയാലോ ജയിച്ചുകൊണ്ടിരിക്കണതും ബാബു മുതൽ ജയിച്ചുകൊണ്ടിരിക്കണ മണ്ഡലമാണ്. 10 വർഷത്തെ പിണറായി വിജയന്റെ ഭരണം കണ്ട് എനിക്കതിനോട് യോജിപ്പില്ല. ഭരണത്തിനോട് എനിക്ക് യോജിപ്പില്ല. കാരണം ഞാൻ ഒരു എതിർ പാർട്ടിക്കാരനാണ്. പക്ഷെ എന്നാലും നല്ല കാര്യങ്ങൾ ചെയ്തെന്ന് പറഞ്ഞിട്ട് എൻ്റെ മനസ്സിൽ നല്ല കാര്യങ്ങളൊന്നും കാണുന്നില്ല. 10 വർഷത്തെ കേരളത്തിലൊന്നുമില്ല. കേരളത്തിൽ ഒരുപാട് വികസനങ്ങളൊക്കെ പുള്ളി ഉണ്ടാക്കിയിട്ടുണ്ട്. കേരള നമ്പർ 1 ആണെന്ന് പറയുന്നത്. അതൊക്കെ പറഞ്ഞ ബാക്കിൽ എഴുതിയിട്ടും ബുക്കിൽ എഴുതിയിട്ടും കാര്യമില്ല. ജനങ്ങളിലൂടെ അഭിപ്രായങ്ങൾ പറയണ്ടേ, ജനങ്ങളിലേക്ക് എത്തിക്കേണ്ടത്. അത് എത്തിക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ വിജയിക്കും. എത്തിക്കാൻ കഴിഞ്ഞിട്ടില്ലെന്നുള്ളതാണ് എൻ്റെ സാധ്യത. ഞാൻ വേറെ ചോദിച്ചോട്ടെ, ഒരു സാങ്കല്പിക ചോദ്യമാണ്. എന്നെങ്കിലും കേരളത്തിൽ BJPയുടെ ഭരണം വരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ? അല്ലെങ്കിൽ അങ്ങനെ നടക്കാൻ സാധ്യത? കേരളത്തിൽ ഇപ്പോൾ കേന്ദ്രത്തിൽ നമ്മൾ ഉദ്ദേശിക്കാത്ത പോലെ അവർ വന്നില്ലേ. അതുപോലെ അവരുടെ പ്രവർത്തനം നല്ലതാണെങ്കിൽ അവർ വരും. അവർക്ക് ജനങ്ങൾക്ക് ഉപകാരപ്രദമായ ആരും എന്ത് ചെയ്യുന്നു. ഇവിടെ നന്മയാണ് എല്ലാവർക്കും. 2031 BJP കേരളം ഭരിക്കും? അത് എനിക്ക് പറയാൻ പറ്റില്ല. ആഗ്രഹിക്കുന്നുണ്ടോ? അങ്ങനെ നടക്കാത്ത സ്വപ്നങ്ങളെ കുറിച്ച് ഞാൻ ആഗ്രഹിച്ചിട്ടൊരു കാര്യം ആഗ്രഹിക്കാറില്ല. ചേട്ടാ, ഇന്ത്യ BJPയുടെ കയ്യിൽ നിന്ന് മാറണം എന്ന് ചേട്ടാ ആഗ്രഹിക്കുന്നില്ല? അത് ആഗ്രഹിക്കില്ല. അത് ആഗ്രഹിച്ചിട്ട് ഇനി കോൺഗ്രസിന് ഇപ്പം ഞങ്ങൾ കോൺഗ്രസിന് അത് മുന്നോട്ട് കൊണ്ടുള്ള ശക്തിയില്ല. രാഹുൽ ഗാന്ധി ഒരു നല്ല പ്രൈം മിനിസ്റ്റർ ആയിട്ട് തോന്നിയില്ല? എനിക്ക് ഒട്ടും തോന്നിയിട്ടില്ല. കാരണം വയനാട് പുള്ളി നിന്ന് ഇതിൽ സ്ഥാനാർത്ഥിയായിട്ട് നിന്ന് ജയിച്ചിട്ട് അവിടുത്തെ ജനങ്ങളോട് തിരിഞ്ഞു പോലും നോക്കിയിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. പിന്നെ ഞാൻ പറയട്ടെ, ഈ നാട്ടിൽ ഇഷ്ടംപോലെ കാൻഡിഡേറ്റുകളുണ്ട്. ഈ അവിടെ ഡൽഹിയിൽ നിന്നും അമേരിക്കയിൽ നിന്നൊക്കെ ഇവിടെ കൊണ്ടുവന്ന് പുറത്തുനിന്ന് ആൾക്കാരെ കൊണ്ടുവന്ന് നിർത്തണം എനിക്ക് ഒട്ടും യോജിപ്പില്ല. ഞാൻ പറഞ്ഞു, അതായത് നല്ല ഒരു പ്രൈം മിനിസ്റ്റർ എന്ന് പറയുന്നത് നരേന്ദ്രമോദിയാണോ അതോ മൻമോഹൻ സിംഗ് ആണോ നരേന്ദ്രമോദിയാണോ? അത് നരേന്ദ്രമോദിനെ ഞങ്ങൾ എനിക്ക് അംഗീകരിക്കണം. കാരണം അംഗീകരിച്ച് നല്ലത് ചെയ്തവനെ നല്ലതായിട്ട് തന്നെ അംഗീകരിക്കണം. കാരണം മോദിജി ഒരുപാട് കാര്യങ്ങൾ നല്ലത് ചെയ്തിട്ടുണ്ട്. പക്ഷെ അതോർത്ത് BJP ഇവിടെ വന്നോന്ന് ഞാൻ പറയല്ല. പക്ഷെ താഴെക്കടയിലെ അണികൾക്ക് ഒട്ടും പ്രവർത്തനങ്ങളുടെ ശക്തി പോലെ അവർക്കൊരു കാര്യങ്ങൾ പറഞ്ഞ് നമ്മൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല. മൻമോഹൻ സിംഗിനെക്കാട്ടും നല്ല അതിനൊക്കെ ഒരുപാട് ബെറ്ററാണ്. കാരണം നരേന്ദ്രമോദി എന്ന് പറഞ്ഞാൽ നല്ലൊരു നമ്മളെ കാണുന്നൊരു പ്രധാനമന്ത്രിയല്ലേ. അങ്ങനെ ഒരുപാട് നല്ല ജനങ്ങൾക്ക് വേണ്ടി നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷെ അത് നടപ്പിലാക്കാൻ കേരളത്തിലെ പിണറായി സർക്കാരിന് കഴിഞ്ഞിട്ടില്ല ആ കാര്യങ്ങൾ.